ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക്ക് ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. 3 കാര്യങ്ങളാണ് പറയുന്നത്: ദൈവത്തിൽ വസിക്കുക, വചനത്തിൽ വസിക്കുക, ദൈവസ്നേഹത്തിൽ വസിക്കുക. ലളിതമായ 3 കാര്യങ്ങളാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ വസിക്കുക. എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കുന്നത്? പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ദേവാലയത്തിലുള്ളതായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൽ വസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഫലമുണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ നിരാശകളെയും പ്രത്യാശയാക്കി മാറ്റും. നമ്മുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റും. നമ്മുടെ വേദനകളെ സന്തോഷമാക്കി മാറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ്. 2, വചനത്തിൽ വസിപ്പീൻ എന്നുള്ളതാണ്. വചനം നമുക്ക് വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഉള്ളതാണ്. വചനം വായിക്കുന്നതിലും പഠിക്കുന്നതിലൂടെയും ധ്യാനിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് പുതുക്കവും രൂപാന്തരവും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെയും നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അതിന് വലിയ മാറ്റം, വ്യത്യാസം വരുത്തുന്നതാണ്. അതുകൊണ്ട് വചനം അനുസരിക്കുക എന്നുള്ളതാണ്. വചനം അനുസരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. 3-മതായിട്ട് ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്. എത്ര സ്നേഹമാണ് ദൈവത്തിൻ്റേത്! നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണ്! എന്നെ കേൾക്കുന്ന കർത്താവ് പ്രിയ വിശ്വാസി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പരാജയങ്ങളും തകർച്ചകളുമായിരുന്നാലും, ഏത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിടുവിക്കുന്ന ജീവനുള്ള ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ അടിയുറച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളെ തകർക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും വിടുവിച്ച് എന്നെ ശക്തിയോടെ നടത്തും എന്നുള്ളതാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ, ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഒരു ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. ഈ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കണം. കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ: ദൈവത്തിൽ വസിക്കുക, വചനത്തിൽ വസിക്കുക, ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ
ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിന് അങ്ങയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി, പല രാജ്യങ്ങളിലായി ഇരുന്ന് കേൾക്കുന്നതായ ഈ വചനം നിന്റെ മക്കളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ വിഷമത അനുഭവിക്കുന്നവർ, ഭവനമില്ലാതെ വിഷമിക്കുന്നവർ, കർത്താവെ, അങ്ങനെ പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായ എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, നിന്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഒരു നാളും കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, നിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ദൈവത്തിൽ വസിക്കുവാൻ, വചനത്തിൽ വസിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സുവാസവാഴോടും നമ്മുടെ എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.